കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ നഗര പര്യടനം വൈറ്റിലെത്തി. ഈ വഴിയോര കച്ചവടക്കാർ സ്വനിധിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നു. ഇത് മാത്രമല്ല, തങ്ങളുടെ കൈകളുടെ കഴിവുകൾ വിൽക്കുന്ന കരകൗശല വിദഗ്ധരും വിശ്വകർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് കേരളം അതിവേഗം മുന്നേറുകയാണ്. ശുചിത്വത്തിലൂടെ ആരോഗ്യത്തിലേക്കും പരിസ്ഥിതി സംരക്ഷണത്തിലേക്കുമുള്ള പാതയിലേക്ക് നീങ്ങുന്നു. കേരളത്തിന്റെ പരിവർത്തനത്തിന് ഇന്ന് 4800-ലും പുതിയ സ്റ്റാർട്ടപ്പുകളും കൂടാതെ 6700-ലും സ്റ്റാൻഡപ്പ് ഗുണഭോക്താക്കളും സംഭാവന നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ പണമിടപാടുകൾ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ എളുപ്പമാക്കി. കേരളത്തിലെ സാധാരണക്കാർ ഇന്ന് അഭിമാനത്തോടെ പറക്കുന്നു. സൗഭാഗ്യ പദ്ധതി മാറ്റത്തിന്റെ വെളിച്ചം വീശിക്കൊണ്ട് സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. 35 വന്ദേ ഭാരതിന്റെ പ്രതിധ്വനി അമൃത് ഭാരത് സ്റ്റേഷനിൽ കേൾക്കുന്നു. ഖേലോ ഇന്ത്യയുടെ വിജയം ഇവിടെ കാണാനാകുന്നു. കേരളത്തിന്റെ ഒട്ടനവധി അഭിലാഷങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. ആവേശത്തിന്റെയും വിജയത്തിന്റെയും ഈ യാത്ര മുന്നോട്ട് നയിക്കാനാണ് ലക്ഷ്യം. 2047 എന്നിവയിലൂടെ കേരളീയരെ സംരക്ഷിക്കുക എന്നതായിരുന്നു. ഇന്ന് കേരളത്തിലെ 72 ലക്ഷം നിർധനരായ ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. കൂടാതെ ഏകദേശം 1000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ അവർക്ക് എളുപ്പത്തിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് രക്ഷാമാർഗം ഇല്ലായിരുന്നു. ലക്ഷ്യം വികസനത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിലെ 41,000-ലധികം ഫെറി വഴിയോര കച്ചവടക്കാർ സ്വനിധിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നു. ഇത് മാത്രമല്ല, തങ്ങളുടെ കൈകളുടെ കഴിവുകൾ വിൽക്കുന്ന കരകൗശല വിദഗ്ധരും വിശ്വകർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് കേരളം അതിവേഗം മുന്നേറുകയാണ്. ശുചിത്വത്തിലൂടെ ആരോഗ്യത്തിലേക്കും പരിസ്ഥിതി സംരക്ഷണത്തിലേക്കുമുള്ള പാതയിലേക്ക് നീങ്ങുന്നു. കേരളത്തിന്റെ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മാനേജർ രതി ചന്ദ്രകുമാരി പ്രചാരണ സാമഗ്രികളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നവീകരിക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുഡ് കോർപ്പറേഷൻ ആക്ട് 1964 പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ രൂപീകൃതമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. 1965 ചെന്നൈയിലാണ് ഇത് രൂപീകൃതമായത്. പിന്നീട് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ ഡൽഹിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതെല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും ഭക്ഷ്യക്ഷാമം നേരിട്ട നാളുകളിലെല്ലാം നമ്മൾ അന്യ രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വേണ്ടി കാത്തുനിന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിൽ പിന്നെ അങ്ങനെ ഒരു നിലപാട് നമുക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരു വികസിത രാഷ്ട്രമാക്കുമെന്നും അടിമത്ത മനോഭാവത്തിന്റെ എല്ലാ അടയാളങ്ങളും ഇല്ലായ്മ ചെയ്യുമെന്നും സമ്പന്നമായ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അഭിമാനിക്കുമെന്നും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും പൗരന്മാരുടെ കടമകൾ നിറവേറ്റുമെന്നും രാജ്യസംരക്ഷകരെ ബഹുമാനിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും മാതൃരാജ്യത്തിന്റെ മണ്ണ് നമ്മയെല്ലാം ഒന്നിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. കുരുവിള മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. പ്രിയപ്പെട്ടവരെ, കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വികസന സങ്കല്പ് യാത്ര എന്ന് പറഞ്ഞ് ഭാരതത്തിലെമ്പാടും ഇതുപോലെയുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം. ഒരു ഗ്യാസ് കണക്ഷൻ ലഭ്യമാവണമെങ്കിൽ, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കറിയാം. ഇന്നിപ്പോൾ
BPL കാർഡ് ഉടമകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കുന്ന ഉജ്ജ്വൽ പദ്ധതി, അതുപോലെ തന്നെ ബാങ്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, ഈ മുദ്രാ വായ്പ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പദ്ധതികൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലൂടെ ഇതിനെ അംഗത്വമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എടുക്കുന്നതിനുള്ള അവസരമൊക്കെ ഒരുക്കുകയാണ് ഈ വികസന സങ്കല്പ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു സ്വപ്നം ഇന്ത്യയെ ഉന്നതിയിലേക്ക് എത്തിക്കുക, 9.5 വർഷക്കാലം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാം സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ വളർത്തിയെടുത്തുകൊണ്ടുവരിക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷീണ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.